ക്രൈസ്തവരെ അടിച്ചമർത്തുന്നതിന്റെ ക്രൂരമായ മറ്റൊരു മുഖമാണ് സുഡാനിൽ കാണാൻ കഴിയുന്നത്. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക എന്ന ക്രൈസ്തവ ഉന്മൂലന അജണ്ടയുമായി ക്രൈസ്തവരെ വേട്ടയാടുകയാണ് സുഡാനിലെ ഇസ്ലാമിക നേതാക്കൾ. സൈനിക നേതാക്കളായ ജനറൽ അബ്ദുൽ ഫത്താ അൽ ബുർഹാനും മുഹമ്മദ് ഹംദാൻ ദഗലോയും തമ്മിലുള്ള ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആഫ്രിക്കൻ രാജ്യത്തെ തകർത്തെറിഞ്ഞ സുഡാനിലെ 2 ദശലക്ഷം വരുന്ന ക്രിസ്ത്യൻ ജനതയുടെ വിധി തുലാസിലായിരിക്കുകയാണ്. ബുർഹാന്റെ സുഡാനീസ് സായുധ സേനയും ദഗലോയുടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള തീവ്രമായ സംഘർഷത്തിൽ ഇതുവരെ ഏകദേശം 1,50,000 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. കൂടാതെ 15 ദശലക്ഷം പേർക്ക് വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായി. ഓപ്പൺ ഡോസ് വാച്ച് ഡോഗ് പറയുന്നു. ക്രിസ്ത്യൻ പീഡന നിരീക്ഷണ സംഘം പറഞ്ഞു, ഇരുപക്ഷവും ക്രിസ്ത്യാനികളോട് അനുകമ്പ കാണിക്കുന്നില്ല. സംഘർഷം ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവരെ ലക്ഷ്യം വയ്ക്കാൻ കൂടുതൽ അവസരം നൽകി. പ്രാദേശിക സഹകരണം ലഭ്യമല്ലാത്തതിനാൽ ക്രൈസ്തവർ കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യാവസ്ഥയിലുമാണ് കഴിയുന്നത്. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷണമില്ല എന്നാണ് പ്രാദേശിക സമൂഹം ക്രൈസ്തവരോട് കാണിക്കുന്ന മനോഭാവം. ഭക്ഷ്യവസ്തുക്കളുടെ അപര്യാപ്തത മൂലം കാലിത്തീറ്റയും പുല്ലും ഭക്ഷിച്ചാണ് അവിടുത്തെ ക്രൈസ്തവർ വിശപ്പടക്കുന്നത് എന്നാണ് എൽ ഫാഷറിൽ താമസിക്കുന്നവർ പറയുന്നത്. ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് RSF ഫോഴ്സ് ആണ്. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ റിപ്പോർട്ട് പ്രകാരം നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഹാർത്തൂമിൽ തകർക്കപ്പെട്ടത്. അനധികൃതമായി ക്രൈസ്തവരെ തടവിലിട്ടും പിഴ ചുമത്തിയും ആസൂത്രിത ക്രൈസ്തവ വിരുദ്ധതയാണ് രാജ്യത്ത് നടക്കുന്നത്. ക്രൈസ്തവർക്ക് ജീവിക്കാൻ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് സുഡാൻ ഇപ്പോൾ. ചർച്ച് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.